ലാസ് വേഗാസിന്റെ രാത്രി കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. പഴയ ലാസ് വേഗാസ് നഗരത്തിലെ ഫ്രീമൺ സ്ട്രീറ്റ് എന്ന കാസിനോകളുടെ തെരുവിൽ നിന്നും പുതിയകാല കാസിനോ തെരുവായ സ്ട്രിപ്പിലേക്കുള്ള യാത്ര. സർക്കസ് എന്നൊക്കെ വിചിത്രമായ പേരുകളുള്ള നിരവധി കാസിനോകൾ. ഓരോ കാസിനോയും രാത്രിയാവുന്നതോടെ വർണ്ണവിളക്കുകളാൽ പ്രഭ ചൊരിയാൻ തുടങ്ങും. പകൽ വലിയ പകിട്ടൊന്നും തോന്നാത്ത ഹോട്ടലുകൾ പോലും രാത്രിയാവുന്നതോടെ ഗംഭീരമായി തിളങ്ങി നിൽക്കുന്നു. ഇന്നലെ രാത്രിയിൽ സന്ദർശിച്ച വെനീഷ്യൻ കാസിനോയുടെ മുന്നിൽ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി. ഇവിടെ നിൽക്കുമ്പോൾ നേരെ എതിർവശത്തുള്ള റിസോർട്ടിൽ ഫയർ വർക്ക്സ് നടക്കുന്നത് കാണുന്നു. ഒരു ഷോയാണത്. ഓരോ റിസോർട്ടിനും മുന്നിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ഷോകൾ പതിവാണ്. തെരുവിൽ നിന്നും ഹാറാസിന്റെ കാസിനോയിലേക്ക് കയറി ചെന്നു. ഇതിനകത്തുകൂടി വേണം ഞങ്ങൾക്ക് മുറിയിലേക്ക് പോകാൻ. ആളുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. കാസിനോയിലെവിടെയും കളികൾ നടക്കുന്നു. കാർഡ് ഗെയിമുകൾക്ക് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ ലേഡി സ്റ്റാഫാണ്. ഈ ഇരിക്കുന്നവരെല്ലാം കാർഡ് ഗെയിമുകളിൽ ഏർപ്പെടുന്നവരാണ്. ചിലയിടത്ത് ഇത്തരം കമ്പ്യൂട്ടറൈസ്ഡ് ബിഗ് വീലുകളുമുണ്ട്. സ്ലോട്ട് മെഷീനുകളും അതിന്റെ കുറച്ചുകൂടി വിപുലമായ രൂപങ്ങളും ഒരു വശത്ത്. കാസിനോയിൽ കളിക്കുന്നവരിൽ 80% പണം നഷ്ടമാകുന്നത് തന്നെയാണ് പതിവ്. ഇവിടങ്ങളിലെ കളികളിലൂടെ ലാഭമുണ്ടാക്കിയിട്ടുള്ളവർ വളരെ ചെറിയ ശതമാനമേയുള്ളൂ. എങ്കിലും ആളുകൾ ഭാഗ്യപരീക്ഷണവും പന്തയം വെക്കലുമെല്ലാം തുടരുന്നു. ഞങ്ങൾ 3 പേർക്കും ഇന്ന് നല്ല ക്ഷീണമുണ്ട്. ദീർഘമായ യാത്രയും ഡെത്ത് വാലിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലൂടെയുള്ള നടത്തവുമെല്ലാം തന്നെ കാരണം. അതിനാൽ നേരത്തെ തന്നെ കിടന്നുറങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനായി മുറിയിലേക്ക് നടന്നു. അടുത്ത ദിവസം രാവിലെ 8:30 തന്നെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നല്ല വെയിൽ പരന്നു കഴിഞ്ഞു. മരുഭൂമിയിൽ വേനൽക്കാലത്തിന്റെ നാളുകളായതിനാൽ അതിരാവിലെ തന്നെ വെയിൽ പരന്നു തുടങ്ങും. ഇന്ന് ഞങ്ങൾ ലാസ് വേഗാസിനോട് യാത്ര പറയുകയാണ്. ഇവിടെ നിന്നും ഇനി ലോസ് ആഞ്ചലസിലേക്കാണ് പോകുന്നത്. പാതയിൽ ചിലയിടത്തെത്തുമ്പോൾ തൂണുകൾക്ക് മുകളിലൂടെ മോണോറെയിൽ കാണാം. ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും ഇവിടെ നടക്കുന്നത് ധാർമ്മികതയുള്ള ഒരു ബിസിനസ്സാണോ എന്നാണ്. കാസിനോ ധാർമ്മികമാണെന്ന് പറയാനാവില്ല. നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ കാണാറുള്ള 1 വെച്ചാൽ 2 കിട്ടുമെന്ന് വിളിച്ചു പറയുന്ന കിലുക്കിക്കുത്തുകാരൻ്റെ പ്രൗഢവും ശാസ്ത്രീയവുമായ രൂപമാണ് കാസിനോയ്ക്ക്. കളിയിലേർപ്പെടുന്ന 10 പേരിൽ ഒരാൾക്ക് ചിലപ്പോൾ ലാഭം കിട്ടിയേക്കാം. പക്ഷേ ബാക്കിയുള്ള 9 പേർക്കും പണം നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ലാസ് വേഗാസിലെ കാസിനോകളിൽ ജീവിത സമ്പാദ്യമത്രയും തുലച്ചു കളഞ്ഞവരുണ്ട്. എല്ലാം നഷ്ടമായി ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചവരും നിരവധി. മദ്യലഹരി പോലെയാണ് ചിലർക്ക് ഗെയിമിംഗ് ഹരം. അത്തരക്കാർ കാസിനോയിൽ വന്നു കയറിയാൽ കാസിനോകളും പരമാവധി പ്രോത്സാഹിപ്പിക്കും. മദ്യവും ഫ്രീ ബുഫേയും വരെ അവർ നൽകും. ലൈഫ് ടൈം ഫ്രീ ബുഫേ എന്നൊക്കെയായിരിക്കും വാഗ്ദാനം. പക്ഷേ കളിക്കാരൻ്റെ സമ്പാദ്യം മുഴുവൻ തീർന്നു എന്ന് മനസ്സിലായാൽ ലൈഫ് ടൈം ബുഫേ സൗജന്യമൊക്കെ പിൻവലിക്കപ്പെടും. ഇങ്ങനെ ബുഫേ സൗജന്യം നിർത്തലാക്കുകയും കാസിനോയിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തതിന് ഒരാൾ 2015 ഏപ്രിലിൽ തലയിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. അത്തരം സംഭവങ്ങൾ നിരവധി. ഒരു സോളാർ പാനൽ പാടമാണത്. ഇവാൻപ സോളാർ ഇലക്ട്രിക് ജനറേറ്റിംഗ് സിസ്റ്റം. വൈദ്യുതി ഉൽപ്പാദനത്തിന് ഈ മരുഭൂമിയിൽ ഏറ്റവും മികച്ച മാർഗം സൂര്യപ്രകാശത്തെ ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണല്ലോ. വാലി വെൽസ് എന്ന പ്രദേശത്തു കൂടിയാണ് പോകുന്നത്. ലാലു മൊബൈൽ ഫോണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ഫോട്ടോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എവിടെ നിന്നെങ്കിലും അല്പം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആലഞ്ചേരി വാലി വെൽസിലെ റെസ്റ്റ് ഏരിയയിലേക്ക് വണ്ടി തിരിച്ചുവിട്ടു. താമസിച്ച ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ടാരിഫിൽ ഉൾപ്പെടുന്നതല്ല. അതിനാൽ വഴിക്ക് എവിടെ നിന്നെങ്കിലും പ്രാതൽ കഴിക്കാമെന്ന തീരുമാനത്തോടെ പുറപ്പെടുകയായിരുന്നു. പക്ഷേ ഇവിടെ വാലി വെൽസിലെ റെസ്റ്റ് ഏരിയയിൽ റെസ്റ്റോറൻ്റൊന്നും കാണുന്നില്ല. അതിനാൽ അവിടെ നിർത്താതെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി മൊഹാവി മരുഭൂമിയുടെ കാഴ്ചകളാണ് കൺമുന്നിലെത്തുക. അത്യുഷ്ണത്തിന്റെ പ്രദേശം തന്നെയാണിത്.
കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ബേക്കർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ഒരു കൊച്ചു പട്ടണമാണ് ബേക്കർ. 100-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള പ്രദേശം. ലോസ് ആഞ്ചലസിനും ലാസ് വേഗാസിനും ഇടയിൽ യാത്ര ചെയ്യുന്നവരുടെ ഒരു ഇടത്താവളം എന്ന നിലയിലാണ് ബേക്കർ പ്രസിദ്ധമാവുന്നത്. KFC, ബർഗർ കിങ്, പിസ്സ ഹട്ട് തുടങ്ങി ഇന്റർനാഷണൽ ചെയിനുകളുടെ എല്ലാം ശാഖകൾ ഒരു വലിയ കെട്ടിടത്തിനുള്ളിൽ. ഞങ്ങൾ അവിടേക്ക് കയറി. സബ്വേയിൽ ഫ്രഷ് വെജിറ്റബിൾസിന്റെ സാലഡ് കിട്ടും. സാലഡ് എന്നാൽ പച്ചക്കറികൾ മാത്രമല്ല, വിവിധതരം ചീസ്, മീറ്റ്, പലതരം ഇലകൾ, ഉള്ളി, മുളക്, ക്യാപ്സിക്കം എന്നിവയെല്ലാം അതിലുണ്ടാവും. സാലഡ് തയ്യാറാക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. സാലഡും കഴിച്ചുകൊണ്ട് ഹൈവേയിലെ കാഴ്ചകളും കണ്ടങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. നീളൻ ട്രക്കുകളാണ് അമേരിക്കൻ ഹൈവേയിൽ എനിക്ക് എപ്പോഴും കൗതുകം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ബൈക്കേഴ്സിനെ പോലെ തന്നെ ഇവിടെ ട്രക്കേഴ്സിന്റെ ജീവിതവും വ്യത്യസ്തമാണ്. ധാരാളം റോഡ് മൂവികളിലും കൗബോയ് സിനിമകളിലും ഇത്തരം ട്രക്കുകളും അത് ഓടിക്കുന്നവരുമൊക്കെ വിഷയമായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന തരം ട്രക്കുകളല്ല. ഇതിന്റെ ക്യാബിനിൽ ഡ്രൈവർക്ക് വളരെ സൗകര്യപ്രദമായ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടെന്നതാണ് പ്രത്യേകത. ഡ്രൈവർക്ക് സുഖമായി കിടന്നുറങ്ങാൻ വരെയുള്ള സൗകര്യങ്ങൾ. ഫാമിലി ഡോളർ, വാൾമാർട്ട് തുടങ്ങിയവയ്ക്കെല്ലാം സ്വന്തമായി ഇത്തരം ട്രക്ക് സർവീസ് ഉണ്ട്. അവരുടെ ഔട്ട്ലെറ്റുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി പോകുന്നവയാണവ. ഇത്തരത്തിൽ 100 കണക്കിന് ട്രക്കുകൾ. അതിൽ കാർ കൊണ്ടുപോകുന്നവയുണ്ട്. ഫെഡെക്സ് പോലുള്ള കമ്പനികളുടെ കൊറിയർ സാധനങ്ങൾ കൊണ്ടുപോകുന്നവയുണ്ട്. ഹൈവേയിലൂടെ ആഴ്ചകൾ നീളുന്ന യാത്രകൾ നടത്തുന്നവരാണ് ട്രക്കേഴ്സ്. ഹൈവേയുടെ ഓരങ്ങളിൽ ട്രക്കേഴ്സിന് വിശ്രമ സൗകര്യമൊരുക്കുന്ന കേന്ദ്രങ്ങളും സാധാരണമാണ്. ട്രക്കുകളുടെ ഘോഷയാത്ര കണ്ടിരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാതൽ കഴിച്ചു. തുടർന്ന് അവിടെ നിന്നും യാത്ര തുടരുകയാണ്. ഇന്നലെ പകൽ മരുഭൂമിയിലെ കൊടും ചൂടിലൂടെ നടന്നതിന്റെ ക്ഷീണം രാത്രി ഉറക്കത്തോടെ മാറിയിരുന്നു. ഇന്ന് എല്ലാവരും നല്ല ഉന്മേഷത്തിലാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ആലഞ്ചേരി തന്നെയാണ്. ലോസ് ആഞ്ചലസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത്തവണത്തെ എൻ്റെ അമേരിക്കൻ യാത്ര അവസാന പാദത്തോടടുക്കുകയാണ്. ലാലു ആകട്ടെ യാത്ര തുടരുകയും ചെയ്യും. ബേക്കറിന്റെ പ്രാന്തപ്രദേശമാണിത്. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ അമേരിക്കൻ അർദ്ധമരുഭൂ പ്രദേശത്തിന്റെ ജീവിതം കാണാം. ചെറിയ വീടുകൾ, ക്യാമ്പിംഗ് സൈറ്റുകൾ, ചെറു ഷോപ്പുകൾ, കടകളും വിശ്രമകേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും പ്രധാനമായും ഹൈവേയിലെ യാത്രക്കാരെ ലക്ഷ്യമിട്ടുള്ളതാണ്. ദീർഘമായ യാത്രയാണ് ഇനി. ലാസ് വേഗാസിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് ഏതാണ്ട് 270 മൈൽ ദൂരമുണ്ട്. അതായത് 434 കിലോമീറ്റർ. 4.5 മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം. ഉച്ചയ്ക്ക് 12:30 ആവും ലോസ് ആഞ്ചലസിലെത്താൻ. അമേരിക്കൻ യാത്ര അവസാനിപ്പിക്കുന്ന ത്രില്ലിലാണ് ഞാൻ. പാതയിൽ ട്രക്കുകളുടെ നിര. ഇതിങ്ങനെ കാണുമ്പോൾ ട്രക്കുകളുടെ ദൗത്യവും ട്രക്കേഴ്സിന്റെ ജീവിതവും തന്നെയാണ് എൻ്റെ ചിന്തകളിൽ. അമേരിക്കയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ചരക്കുകൾ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് ട്രക്കുകളാണ്. പരിചയസമ്പന്നരും ധൈര്യശാലികളും തെല്ലൊരു സാഹസികരുമായിരിക്കും ട്രക്ക് ഡ്രൈവർമാർ. അവർക്ക് പ്രത്യേകം കമ്മ്യൂണിറ്റികൾ തന്നെയുണ്ട്. ട്രക്കിലെ ക്യാബിനിലാവട്ടെ വയർലെസ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും. പ്രൊഫഷണൽ ട്രക്ക് ഡ്രൈവർമാർക്ക് മാത്രമേ ഇത്തരം ട്രക്കുകൾ ഓടിക്കുന്നതിനുള്ള അനുമതിയുള്ളൂ. അമേരിക്കയിലൊട്ടാകെ 34 ലക്ഷം പ്രൊഫഷണൽ ട്രക്ക് ഡ്രൈവർമാരുണ്ടെന്നാണ് കണക്ക്. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നത് ഈ ഡ്രൈവർമാരാണെന്ന് അവരുടെ സംഘടനകൾ അഭിമാനത്തോടെ പറയുന്നു. യുഎസിലെ ആകെയുള്ള ചരക്ക് നീക്കത്തിന്റെ 68% ഇത്തരം ട്രക്കുകൾ വഴിയാണ് നടക്കുന്നത്. സാധനങ്ങളുടെ വിതരണത്തിൽ ട്രക്കുകളുടെ സേവനം ഈ രാജ്യത്തെ 80% ആളുകളിലേക്കും എത്തുന്നു. വലിയ ട്രക്കുകളിൽ മുന്നിലുള്ള ക്യാബിൻ ഉൾപ്പെടുന്ന ഭാഗം ട്രക്ക് സർവീസ് കമ്പനിയുടേതാവും. ചക്രത്തോടുകൂടിയ കണ്ടെയ്നർ ട്രെയിലർ അതിൽ ഘടിപ്പിച്ചു പോവുകയാണ് ചെയ്യുക. കണ്ടെയ്നർ സ്വാഭാവികമായും മറ്റേതെങ്കിലും കമ്പനിയുടേതാവും. കൗബോയ് സിനിമകളുടെ സെറ്റുകൾ പോലുള്ള ചില പ്രദേശങ്ങൾ. കൗതുകമുണർത്തുന്ന രൂപമുള്ള പലതരം വാഹനങ്ങൾ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാം. ഒറ്റപ്പെട്ട ചില റെസ്റ്റോറന്റുകൾ പാതയോരത്ത്. ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ പോയിന്റ് ഉണ്ട്.
കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെതാണ്. കാലിഫോർണിയ സ്റ്റേറ്റിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ധാരാളം ക്യാമ്പ് ഗ്രൗണ്ടുകൾ പാതയുടെ ഇരുവശത്തും കാണാം. ക്യാമ്പർ വണ്ടികളിൽ വന്ന് അത് ക്യാമ്പ് ഗ്രൗണ്ടുകളിൽ നിർത്തിയിട്ട് ദിവസങ്ങളോളം താമസിക്കാം. ക്യാമ്പ് ഗ്രൗണ്ടിലും വേണം അത്യാവശ്യം സൗകര്യങ്ങൾ. ശുദ്ധജലത്തിൻ്റെ ലഭ്യത, മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാമാണത്. ബാർസ്റ്റോ എന്ന പ്രദേശമാണ് താഴെ കാണുന്നത്. 1840-കൾ മുതൽ തന്നെ ജനവാസമുള്ള പ്രദേശമാണ് ബാർസ്റ്റോ. ഇതാണ് ഒരു ക്യാമ്പർ വാഹനം. പിന്നിൽ ഒരു വാഹനത്തെ കെട്ടിവലിച്ച് അതങ്ങനെ നീങ്ങുന്നു. ക്യാമ്പറിലെ താമസക്കാർക്ക് ലോക്കൽ യാത്രകൾക്കുള്ളതാണ് പിറകിലെ വാഹനം. സഞ്ചരിക്കുന്ന ലക്ഷറി ഹോമാണ് ഓരോ ക്യാമ്പറും. അത്തരം ക്യാമ്പറുകളെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. ക്യാമ്പർ, റിക്രിയേഷൻ വെഹിക്കിൾ, കാരവൻ എന്നിവയൊക്കെ എന്താണെന്ന് മലയാളികൾക്ക് അധികം അറിവുണ്ടാവില്ല. ആ പേരുകളെല്ലാം ധാരാളമായി കേൾക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗമെന്തെന്നോ അതിലെ സൗകര്യങ്ങൾ എന്താണെന്നോ വലിയ നിശ്ചയമുണ്ടാവില്ല. പോകുന്ന വഴിക്ക് ക്യാമ്പറുകളുടെ ഒരു വിൽപ്പന കേന്ദ്രത്തിൽ കയറാമെന്ന് ഞാൻ ആലഞ്ചേരിയോട് പറഞ്ഞു. അങ്ങനെ ക്യാമ്പറുകൾ നിരത്തിയിട്ടിരിക്കുന്നത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ പോക്ക്. വലിയൊരു ശതമാനം അമേരിക്കക്കാരും രാജ്യത്തിനകത്ത് കുടുംബസമേതം യാത്ര ചെയ്യാറുള്ളത് ക്യാമ്പറുകളിലാണ്. ഇപ്പോൾ വിക്ടർവില്ലെ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. 5 എഞ്ചിനുകളുള്ള ഒരു തീവണ്ടി കടന്നു പോകുന്നതാണ് അക്കാണുന്നത്. ഡബിൾ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ഒരു ചരക്കു വണ്ടിയാണ്. ഒരു പാലത്തിൽ വെച്ച് ഞങ്ങൾ ആ തീവണ്ടിയുടെ മുകളിലൂടെ കടന്നു. മരുഭൂമിയിലൂടെ ദീർഘയാത്ര നടത്തുന്ന കുടിയേറ്റ സംഘങ്ങൾക്ക് രാത്രിവാസത്തിനിടവും തുടർയാത്രയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കിയതിലൂടെയാണ് വിക്ടർവില്ലെ വളർന്നത്. മഞ്ഞ വരകൾക്കിടയിലെ പാതയിലൂടെ ചില കാറുകൾ മാത്രം പോകുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന കാറുകൾക്ക് മാത്രമേ ഈ ട്രാക്കിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. ഈ ട്രാക്കിൽ ട്രാഫിക് കുറവായിരിക്കും. ഇവിടെ ഗാലക്സി ക്യാമ്പേഴ്സ് എന്നൊരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ കാർ അവിടേക്ക് കയറ്റി. ക്യാമ്പറുകളുടെ വിൽപ്പന കേന്ദ്രമാണ്. ഒരു ക്യാമ്പർ വാങ്ങാൻ ചെല്ലും മട്ടിലാണ് പോക്ക്. കുറേ ക്യാമ്പറുകൾ കിടക്കുന്നു. പല രൂപത്തിലുള്ളവയുണ്ട്. ബസിന്റെ വലിപ്പമുള്ളവ, കെട്ടിവലിച്ചു കൊണ്ടുപോകാവുന്നവ, ട്രക്കുകളിൽ എടുത്തുവെച്ച് കൊണ്ടുപോകാവുന്നവ. ഈ ഇരിക്കുന്നവയാകട്ടെ ചെറിയ പിക്കപ്പ് വണ്ടികളിൽ ഘടിപ്പിക്കാവുന്നവയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഈ പെട്ടിക്കുള്ളിൽ എങ്ങനെ ആളുകൾ ആഡംബരത്തോടെ ജീവിക്കുമെന്ന് സംശയിച്ചേക്കാം. ഇതിനകം കണ്ടു കഴിയുമ്പോൾ സംഗതി മനസ്സിലാവും. ഡേവിഡ് എന്നൊരാളുടേതാണ് ഈ സ്ഥാപനം. അദ്ദേഹം ഞങ്ങളെ ക്യാമ്പറുകളുടെ ഉൾഭാഗം കാണുന്നതിനായി നയിച്ചു. നമ്പർ ലോക്കുള്ള വാതിൽ തുറന്ന് അതിനകം കാണാൻ ഡേവിഡ് ഞങ്ങളെ അനുവദിച്ചു. പടി കയറി ചെല്ലുമ്പോൾ ഇടതുവശത്ത് ആദ്യം കാണുന്നത് ഒരു സോഫയാണ്. 2-3 പേർക്കിരിക്കാവുന്ന ഒരു സോഫ. ക്യാമ്പറിനകം പൂർണ്ണമായും എയർ കണ്ടീഷൻഡാണ്. സോഫയ്ക്കടുത്ത് ചെറിയൊരു ടേബിൾ, തൊട്ടപ്പുറം ഒരു ഡൈനിങ് ഏരിയ. 4 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു ഭാഗത്ത് ചെറിയൊരു അടുക്കള, ഒരു ഫ്രിഡ്ജ്. അത് കഴിഞ്ഞെത്തുന്നിടത്ത് ബെഡ്റൂം. 2 പേർക്ക് സുഖമായി കിടന്നുറങ്ങാവുന്ന കിടക്ക. കട്ടിലിരുന്ന് നോക്കുമ്പോൾ ക്യാമ്പറിനകം ഇങ്ങനെയാണ്: ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, ബെഡ്റൂം. പുറത്തുനിന്ന് കണ്ട ഒരു പിക്കപ്പിൽ വയ്ക്കാവുന്ന ക്യാബിനകത്തെ സൗകര്യങ്ങളാണിത്. എല്ലാറ്റിനും പുറമെ ഇതാ ഗംഭീരമായൊരു ബാത്ത് അറ്റാച്ച്ഡ് സൗകര്യം. ക്ലോസറ്റും വാഷ് ബേസിനും ഷവർ ഏരിയയും എല്ലാം ഉണ്ട്. മറ്റൊരു സൗകര്യം കൂടി ഡേവിഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഡൈനിങ് ഏരിയയ്ക്ക് മീതെ ഇങ്ങനെയൊരു ബെർത്ത് ഇറക്കിയിടാം. ബെർത്തിൽ ഒരാൾക്ക് കിടക്കാം. ഡൈനിങ് ഏരിയയിലെ മേശ താഴേക്കിറക്കിയിട്ട് അതൊരു കട്ടിലാക്കി മാറ്റാം. അതിൽ 2 പേർക്ക് കിടക്കാം. സോഫയിൽ ഒരാൾക്കുറങ്ങാം. മെയിൻ ബെഡിലും 2 പേർക്ക് കിടക്കാം. അങ്ങനെ 6 പേർക്ക് സുഖമായി കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ക്യാമ്പറിനുള്ളിൽ. ലാലു ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊന്ന് വാങ്ങിയാൽ കൊള്ളാമെന്ന ചിന്തയിലാണ് അദ്ദേഹം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. മറ്റൊരു സൗകര്യം കൂടി ഡേവിഡ് കാട്ടിത്തരുന്നു. സൗകര്യമായ ഒരിടത്ത് കൊണ്ടുപോയിട്ട് ക്യാമ്പിംഗ് തുടങ്ങിയെന്ന് കരുതുക. ഒരു ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു പന്തൽ വിടർന്നു വരികയായി. വീടിന്റെ സിറ്റ് ഔട്ട് പോലൊരു സംവിധാനം.
അതിനു ചുവട്ടിൽ ഈസി ചെയറിൽ അങ്ങനെ കാറ്റുകൊണ്ടു കിടക്കാം. വായിക്കുകയോ എഴുതുകയോ ചെയ്യാം. ഇത്തരം ക്യാമ്പറുകളിൽ ദീർഘകാലം വസിക്കുന്ന ആളുകൾ വരെ അമേരിക്കയിലുണ്ട്. ക്യാമ്പർ നിർത്തിക്കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചുവെക്കാവുന്ന സൗകര്യം വരെയുണ്ട്. വലിപ്പം കുറഞ്ഞ ഒരു ക്യാമ്പറിലേക്കാണ് അടുത്തതായി ഞങ്ങൾ കയറിയത്. ഇതിനകത്തും കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഗംഭീരമാണ്. മൈക്രോവേവ് ഓവൻ വരെയുണ്ട്. ബെഡ്റൂം, ഡൈനിങ് ഏരിയ എന്നിവയൊക്കെയുണ്ട്. സോഫ ഒന്ന് കുറവാണെന്നതും ടോയ്ലറ്റിന് വലിപ്പം കുറവാണെന്നതുമെല്ലാമായിരിക്കും നേരത്തെ കണ്ട വലിയ ക്യാമ്പറുമായുള്ള വ്യത്യാസം. ട്രക്ക് ക്യാമ്പർ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇതെല്ലാം. ട്രക്ക് ക്യാമ്പറുകൾ പല രൂപത്തിലുണ്ട്. മറ്റൊന്നിനുള്ളിലേക്ക് കയറി. ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ഫ്ലോർ. എയർ കണ്ടീഷണറുകളും എയർ ഫ്രഷ്നർ വെന്റുകളുമുണ്ട്. നല്ല ഡൈനിങ് ഏരിയ. ഈ മേശ താഴ്ത്തിവെച്ച് കുഷ്യൻ വലിച്ചിട്ടാൽ അത് കട്ടിലാവും. സ്പേസ് മാനേജ്മെന്റിന്റെ നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഓരോ ക്യാമ്പറും. ഒരു കുടുംബത്തിന് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് സുഖമായി താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പരമാവധി ക്യാമ്പറുകൾക്കകം ഞങ്ങൾ കയറി കാണുകയാണ്. അമേരിക്കയിൽ വന്നിറങ്ങിയ അന്നു മുതൽ ക്യാമ്പറുകൾ ഞാൻ കാണുന്നുണ്ട്. ഹൈവേയിലൂടെ പോകുന്നതും റാഞ്ചുകളിൽ നിർത്തിയിട്ടിരിക്കുന്നതുമെല്ലാം. അങ്ങനെ കാണുമ്പോൾ ഇത് ഇത്രയേറെ സൗകര്യമുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ളതാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഡേവിഡ് ക്യാമ്പറിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയുകയാണ്. ഇത്തരമൊരു സംഗതി ഇന്ത്യയിൽ എത്തിച്ചു തരാനാവുമോ എന്നതായി എന്റെ ചോദ്യം. കണ്ടെയ്നറിനകത്തു കൊള്ളുന്ന ക്യാമ്പറുകളുണ്ട്. 2 എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് കൃത്യമായി അത് പാക്ക് ചെയ്യാനാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് വലിച്ചു വെക്കുമ്പോൾ ഉള്ളിൽ മുറികളുടെ വിസ്താരം കൂടുന്നു. ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഇത് അകത്തേക്ക് തള്ളിവെക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് പിക്കപ്പ് വാഹനത്തിൽ ക്യാമ്പർ കൊണ്ടുപോകുന്നത്. ബെഡ്റൂമും കിച്ചണും ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും എല്ലാമായി നേരത്തെ നാം ഉൾഭാഗം കണ്ട ക്യാമ്പർ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഡേവിഡിന് ഇവിടെ ക്യാമ്പറിന്റെ ഒരു വർക്ക്ഷോപ്പുണ്ട്. ലാൻസ് കമ്പനിയുടെ ഡീലറുമാണ് ഡേവിഡ്. ലാൻസ് ആണ് അമേരിക്കയിൽ ഏറ്റവും അധികം പിക്കപ്പ് ക്യാമ്പറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡേവിഡിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. ഒന്റാറിയോ എന്ന പ്രദേശമാണിത്. ക്യാമ്പറുകളുടെയും റിക്രിയേഷണൽ വെഹിക്കിളുകളുടെയും വിൽപ്പനയും റിപ്പയറിംഗും നടത്തുന്ന നിരവധി കേന്ദ്രങ്ങൾ ഒന്റാറിയോയിലുണ്ട്. ഇവിടെ നിന്നും 56 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലോസ് ആഞ്ചലസിന്റെ ഡൗൺ ടൗണിലെത്താം. 1,60,000 ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ലോസ് ആഞ്ചലസുമായി അടുത്ത് കിടക്കുന്ന പ്രദേശമെന്ന നിലയിൽ ജനസാന്ദ്രതയേറിയ പട്ടണം കൂടിയാണ് ഒന്റാറിയോ. അമേരിക്കൻ ജീവിതത്തെ അടുത്തറിയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. തൊഴിൽ ദിനങ്ങളിൽ അവർ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നു. ഒഴിവ് ദിനങ്ങൾ ഏറ്റവും ഉല്ലാസകരമാക്കുന്നു. ക്യാമ്പറുകൾ വാങ്ങുന്നു. കുടുംബസമേതം ദീർഘമായ യാത്രകൾ നടത്തുന്നു. പക്ഷേ ഇവിടെ വസിക്കുന്ന മലയാളികളൊന്നും ക്യാമ്പറുകൾ പോലുള്ള സംവിധാനങ്ങൾ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ആലഞ്ചേരി പറയുന്നത്. എത്രയോ വർഷങ്ങളായി അമേരിക്കയിൽ ജീവിക്കുന്ന ആലഞ്ചേരി തന്നെ ഒരു ക്യാമ്പറിനകം ഇന്ന് ആദ്യമായാണ് കണ്ടത്. ഇപ്പോൾ ആലഞ്ചേരിക്കും വലിയ ആവേശമായിരിക്കുന്നു. ഒടുവിൽ കാർ ഇപ്പോൾ ലോസ് ആഞ്ചലസിന്റെ ഡൗൺ ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. ലോസ് ആഞ്ചലസിൽ നിന്ന് പുറപ്പെട്ട കാർ യാത്ര ഇതാ അതേ നഗരത്തിൽ അവസാനിക്കുകയാണ്. 6 ദിവസം നീണ്ട ഒരു യാത്ര. ഞങ്ങൾ 3 പേരും സംതൃപ്തരാണ്. കൃത്യമായ റൂട്ടും പാളിച്ചകളില്ലാത്ത ആസൂത്രണവുമായിരുന്നു. ഒരിടത്തും യാത്രയ്ക്കോ താമസത്തിനോ ഒരു പ്രശ്നവും ഉണ്ടായില്ല. മറക്കാനാവാത്ത കാഴ്ചകൾ, ഗംഭീരമായ അനുഭവങ്ങൾ, അതെല്ലാം പ്രേക്ഷകരുമായി പരമാവധി പങ്കുവച്ചു എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. വെനീസ് ബൊളവാർഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ നിന്നും ലോസ് ആഞ്ചലസ് ടോം ബ്രാഡ്ലി എയർപോർട്ടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ലാലു ഇവിടെ യാത്ര അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് ചില ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാൻ സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകണം. ആലഞ്ചേരിയോടും ലാലുവിനോടും യാത്ര പറഞ്ഞു. ഇതുവരെ എന്റേതായിരുന്ന മുൻ സീറ്റ് ലാലുവിന് ഒഴിഞ്ഞുകൊടുത്തിരിക്കുന്നു.
അവർ യാത്ര തുടരുകയാണ്. നാട്ടിലേക്ക് മടങ്ങാനായി ഞാൻ എയർപോർട്ടിലേക്ക്.